സഹൃദയരെ, ഒരു കാലത്ത് വയലന്റ് ഗാങ്സ്റ്റർ സിനിമകളെല്ലാം എടുത്ത് നമ്മളെ അമ്പരിപ്പിച്ച ക്ഷത്രിയ കുലജാതൻ, പേരന്റെ തുമ്പിൽ വർമ്മയുള്ള രാമനും ഗോപാലനും വർമ്മയും എന്ന 3 പേർ ഒത്തിണങ്ങി ഒറ്റ മനുഷ്യനായ സാക്ഷാൽ രാം ഗോപാൽ വർമ്മയുടെ സാരി എന്ന സംഹാര അപരാധമാണ് നമ്മളെന്ന് വറക്കാനെടുത്തിരിക്കുന്നത്. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നായിക ആരാധ്യ ദേവി കിതച്ചുകൊണ്ടൊരു സാരി കത്തിക്കുന്നിടത്ത് നിന്നാണ് കത്തിയെ തീയെ നോക്കി കണ്ണുരുട്ടി കാണിച്ച് സീൻ കട്ടയെ കഞ്ചാവ് വലിച്ച് കിറങ്ങി ചിരിക്കുന്ന തന്നെ കാണിക്കും. അല്ല, ഇവൻ കഞ്ചാവെന്ന് വലിച്ചിട്ടില്ല, ഇവ ഒരു ഫോട്ടോഗ്രാഫറാണ്. വലിയ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ അവനൊരു സീരിയൽ കില്ലർ ലുക്കാണ്. ഇവൻ മനുഷ്യരെ ഫോട്ടോ എടുക്കൂല, ഇവ ഒരു മൃഗ ഫോട്ടോഗ്രാഫറാണ്. പറന്നുപോയ ആ വെള്ളക്കാക്കിയെ നോക്കി നിൽക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തെ കരയിൽ 3 നേരം ക്യൂട്ട്നെസ് കുടംപുളിയിട്ട് കഴിക്കുന്ന ഒരു ചേച്ചിയെ കാണുന്നത്. ക്യൂട്ട്നെസ് എന്നൊക്കെ പറഞ്ഞ പട്ടിയും പൂച്ചയൊക്കെ അവരെ ടെറിട്ടറി മൂത്രമൊഴിച്ച് രേഖപ്പെടുത്തുന്ന പോലെ ചേച്ചി എവിടെ പോയാലും ഓരോ മുക്കിന് നിന്ന് ക്യൂട്ട്നെസ് വാരി വിതറി ആ ഏരിയ മൊത്തം രേഖപ്പെടുത്തും. സെൻസർ ബോർഡൊക്കെ ഇത്ര ക്യൂട്ട്നെസ് എങ്ങനെ അനുവദിച്ച? അവർക്ക് ഇത് കണ്ടിട്ട് ഓവർ ആണെന്ന് തോന്നിയില്ല. എനിവേ ഇതിലെ നായകൻ ഒരു സൈക്കോ ആയതുകൊണ്ട് എന്തെങ്കിലും നീ കാണിക്കണം. എന്തായാലും ഈ കൂട്ടുകാരൻ സൈക്കോ ആയതുകൊണ്ട് അവൻ അപ്പൊ തന്നെ അവളെ ഇഷ്ടപ്പെടും. അതേസമയം ആ യുവതിയാണെങ്കിൽ മരത്തിന്റെ മുകളിൽ തൂങ്ങി കിടക്കണ മാങ്ങയെ വരെ നോക്കി ക്യൂട്ട്നെസ് കാണിക്കും. കൂട്ടുകാരെ അവളെ തിരക്കി അവിടെ മൊത്തം കിടന്ന് നടക്കും, പക്ഷെ കിട്ടൂല. അവൾ മിസ്സാവും. പക്ഷെ എടുത്ത ഫോട്ടോ ഉണ്ടല്ലോ കയ്യിലേത്, അന്ന് രാത്രി ആ ഫോട്ടോ നോക്കി അണ്ണൻ. പക്ഷെ പിറ്റേ ദിവസം നേരം വെളുത്തുറഞ്ഞ് അവൻ എങ്ങനെയോ അവളെ വീട് കണ്ടുപിടിക്കും. പേര് ഇനി ഇതാണ് ആരാധ്യയുടെ അമ്മ. ഇവരൊരു ഹിന്ദു മല്ലു ഫാമിലിയാണ്. അതായത് കുറച്ച് മലയാളവും ഹിന്ദിയും കൂടെ മിക്സ് ചെയ്ത് സംസാരിക്കുന്ന ഒരു തരം ഫാമിലിയില്ലേ, അതാണ് ഇവർ. അതെന്തോന്ന് മലയാളം? ഇതെന്താ വലിയ കൊട്ടാരാണോ? ഉള്ളത് 4 മുറി എന്നല്ലേ അവര് പറഞ്ഞ? ഇതൊരുമാതിരി മോദിജി മലയാളം പറഞ്ഞാണ് കൈ പോയത്. എനിവേസ് ഇതാണ് ഇവളുടെ ചേട്ടൻ. ഇവൻ ആളൊരു കട്ട കലിപ്പനാണ്. ഏതോ ഒരുത്ത ഇവളുടെ റീലിൽ കമന്റ് ഇട്ടെന്ന് പറഞ്ഞ അവനെ എടുത്തിട്ട് ഇടിച്ചേക്കണ്. ആ പേരും പറഞ്ഞ് അവിടെ ഒരു ആർഗ്യുമെന്റ് നടക്കുകയാണ്. എന്താടി പറഞ്ഞതെന്ന അമ്മച്ചി, നിങ്ങൾ ഒന്നി ഹിന്ദി മര്യാദയ്ക്ക് പറയണം, അല്ലെങ്കിൽ മലയാളം മര്യാദയ്ക്ക് പറയണം. ഇത് ചുമ്മാ ഹിന്ദി വല്ല മലയാളം അല്ലാത്ത ഒരുമാതിരി മന്തി ഭാഷ സംസാരിക്കരുത്. സോ ഈ കോൺവെർസേഷനിലേക്ക് ഇവളുടെ അച്ഛൻ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. പുള്ളി കുറച്ച് പുരോഗമനമൊക്കെ പറയുന്നുണ്ട്. നമ്മളെ ടൈമിൽ പോലെ ഇതുപോലെ ഞരമ്പം പോലെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ. സോ ഗൈസ്, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ അച്ഛൻ ഇരുന്ന് അവളുടെ ഇൻസ്റ്റഗ്രാം ID കണ്ടുപിടിക്കും. ഒരുത്തിന് അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ കണ്ടുപിടിച്ചപ്പോ എന്തിനാണ് RGB? നിങ്ങൾ ഇതുമാതിരി ഒരു സാധനം അതിനിടയിൽ കുത്തി കയറ്റിയത്. ഇതൊക്കെ പണ്ട് ഷക്കീലെ രേഷ്മയും ചെയ്തപ്പോ അയ്യേ RGB ചെയ്ത ഒയ്യോ എന്നാ ചെയ്ത് ആരാധ്യ ദേവിയൊക്കെ എന്തോന്നും ഓവർ ആക്ടിങ്. പിന്നൊരു കാര്യം, നമ്മൾ ഡെയിലി ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുന്നോണ്ട് ഇതൊന്നും കണ്ട ഇപ്പൊ ഒന്നും ആവില്ല. കൊള്ളാലോ. എനിവേ ഗൈസ്, ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവൻ അവളെടുത്ത് അടങ്ങാത്ത ഒടുങ്ങാത്ത ഭ്രമമാണ്. കന്യമാസത്തിലെ പട്ടിയെ പോലെ ഇവ അവളെ പിറകെ നടക്കണേ. ആരാധ്യ ദേവി പോണെടുത്തും വരണെടുത്തും ഒക്കെ ഒരു സമയത്ത് ധ്യാൻ ശ്രീനിവാസനെ ഇന്റർവ്യൂ ചെയ്യാൻ മഞ്ഞ പത്രങ്ങൾ ഓടുന്ന പോലെ അവനും ഇങ്ങനെ പിന്നാലെ ഓടുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ വൈഫൈ ശരിയാക്കണമെന്നും പറഞ്ഞ് അവൻ അവളുടെ വീട്ടിൽ ചെന്ന് കയറും. അവിടെ വെച്ച് അവളുടെ റൂമിൽ അവൻ അവളെ ഡ്രസ്സ് കാണും. അപ്പൊ പെട്ടെന്ന് അവൻ അയിലെ സുരേഷ് ഗോപിയാകും. എന്ന് വെച്ചാൽ അങ്ങനെയല്ല കേസ്, അവൻ അവിടെ നിന്ന് ഇമാജിൻ ചെയ്യും. ഒരു പൊന്തക്കാട്ടിൽ കുത്തിയിരുന്ന് തുമ്പിയെ പിടിച്ചോണ്ടിരുന്ന ആരാധ്യ ദേവിനെ പറ്റി അവൻ ആലോചിക്കും. ഞാൻ ഒരു സത്യം പറഞ്ഞ ഈ പടത്തിൽ മൊത്തം ഇത് തന്നെ, അതായത് വടയും വഴക്കപ്പൊക്കെ തന്നെയാണ് ഈ പടം മുഴുവൻ. അല്ലാതെ പ്രത്യേകിച്ച് കഥയും കഥാപാത്രമൊന്നും ആരും ശ്രദ്ധിക്കാനും പോണില്ല. ഈ ഷോട്ടുകളൊക്കെ പണ്ട് നസീറിന്റെ പടത്തിൽ ഉണ്ടായിരുന്നടേ. ഈ പടം തിയേറ്റർ റിലീസായിട്ട് മുംബൈയിൽ ഏതോ കുറെ അപ്പൂപ്പന്മാരോ കൂടിയാണ് RGB പോയി തിയേറ്ററിൽ ഇരുന്ന് കണ്ടിരുന്നത്. പടം കണ്ട് തിരിച്ചിറങ്ങിയപ്പോഴേ RGB എന്തോ വഴുക്കല്ലി ചവിട്ടി നെറ്റി ഇടിച്ച് വീണെന്ന്. 12 സ്റ്റിച്ചാണ് ഉച്ചയിൽ വന്ന. മുനിസിപ്പാലിറ്റി വണ്ടി വന്നാണ് അന്ന് തിയേറ്ററിനകം മൊത്തം ക്ലീൻ ചെയ്ത. കൾട്ട് ക്ലാസിക് പടം എന്നും പറഞ്ഞ് വിളിച്ച് കയറ്റിയേക്കണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, നിങ്ങളെ കാമുകി ഇതൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ട് നിങ്ങളെ മുന്നിൽ വന്ന് ഇതുപോലെ കാണിച്ചു തരണം. ചെറിയും ചുണ്ടും കൂടെ ചേർത്ത് അടിച്ചു കൊടുക്കണം. ശൃംഗാരം അഭിനയിക്കാൻ പറഞ്ഞാൽ വാ തുറന്നു വെച്ച് അഭിനയിക്കണത്. പടത്തിന്റെ പേരിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്. കോണാൻ പോലും സാരി കൊണ്ടാണ് കൊടുത്തേക്കണം. ഓൾറൈറ്റ് ഗൈസ്, നമുക്ക് സിനിമയിലേക്ക് കിടക്കാം. അങ്ങനെ ആരാധ്യതയുടെ ഇൻസ്റ്റാഗ്രാം കണ്ടുപിടിച്ച ശേഷം നമ്മുടെ നായകൻ അവർക്ക് മെസ്സേജ് ചോദിക്കും. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, എനിക്ക് നിങ്ങളുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ താല്പര്യമുണ്ട്, ലെറ്റ്സ് മീറ്റ്. അങ്ങനെ അവർ ഒരു കഫേയിൽ വെച്ച് ആദ്യമായി മീറ്റ് ചെയ്യും. അല്ല, ഞങ്ങൾ അസ്വസ്ഥരാണ്, മാനസികമായും ശാരീരികമായും. കഫേലിരുന്ന് സംസാരിക്കുന്നിടയിൽ ഇതുപോലത്തെ ഷോട്ടുകളുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ എഡിറ്റ് കയറ്റിയിടുന്നു. എന്നാൽ അങ്ങനെയല്ല, ഇത് RGBക്ക് തന്നെ പ്രാന്ത് മൂത്ത് അങ്ങേരിയുടെ സിനിമ ചെയ്തു വെച്ചിരിക്കണം. അവരകത്തോട് 2 പേര് കഫേലിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ എന്തിനാണ് RGB ഈ പെണ്ണ് ചുണ്ടും കടിച്ചു വന്ന ഇടയിൽ നിൽക്കണം? അത് കഴിഞ്ഞ് ഒരു ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞ് ഡീലും പറഞ്ഞ് അവളൊരു ഷേക്ക് ഹാൻഡും കൊടുത്തിട്ട് പോവേ. അന്നേ ദിവസം രാത്രി അവ കൈ വെള്ളം പോലും കാണിക്കാതെ. പിറ്റേ ദിവസം നേരം വെളുത്ത് തുടങ്ങിയ ഫോട്ടോഷൂട്ട് ഉണ്ട്. നായികയുടെ മാദക സൗന്ദര്യം ആസ്വദിക്കുന്ന നായകൻ റോലി പ്രൊഫഷണൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി സാരിയൊക്കെ നായകൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ മൊബൈലിൽ കുത്തിക്കളിച്ചിരിക്കുന്ന
കാണിക്കുന്ന നായിക. പിന്നെ ഒരു അല്പം ക്യൂട്ട്നെസ് കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ ചിരിച്ച ക്യൂട്ട്നെസ് കാണിക്കുന്ന വീണ്ടും നായിക. അയ്യോ പക്ഷെ അതിനിടയിൽ ഇവളുടെ വീടിലെ സഹോദരൻ വന്ന് ഇവിടെ രണ്ട് തെറിയും പറഞ്ഞ് മേലെ ഇനി ആ പരിസരത്ത് കണ്ടുകൊള്ളുന്നു പറഞ്ഞു പോകും. അതോട് കൂടി അവരുടെ പടം പിടിപ്പ് നിൽക്കും. പക്ഷെ ഈ സൈക്കോ ഉണ്ടോ സൈക്കോ അവൻ അത് വിടുന്നുണ്ടോ? നായിക ഡിനേ ചെയ്തിട്ടും ഇവൻ ഗംഗാധരന്റെ വേഷം കിട്ടി പിറ്റേ ദിവസം രാവിലെ വഴി നിൽക്കണ അവളെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കും. അത് കയ്യോട് പിടിച്ച അവളെ സഹോദരൻ അവനെ നല്ല അലക്കലക്കി ഓട്ടോയിൽ കയറ്റി വിടും. പക്ഷെ ഈ കാട്ട സൈക്കോ അന്നേ ദിവസം രാത്രി റൂമിൽ പോയി ഒറ്റക്കിരുന്ന് വട്ട് കാണിച്ച് തന്നോട് തന്നെ എന്തൊക്കെയോ സംസാരിച്ച് കുറച്ച് ഓവർ ആക്ടിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരു മീൻ ചന്തയിൽ ഇച്ചിരി മീൻ വാങ്ങാൻ വേണ്ടി വന്ന നായികയെ പച്ച ലൈറ്റ് മുഖത്തടിപ്പിച്ച് പേടിപ്പിച്ചിട്ട് പറയും നിന്റെ കേട്ട് സഹോദരനെ ഞാനങ്ങ് തട്ടും. അവൾ ഈ വിവരം പേടിച്ച് അരക്ഷിതാവസ്ഥയിൽ വന്ന് സഹോദരനോട് പറയും. അപ്പൊ അവൻ പറയും നീ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ. എന്നിട്ട് ഇവളെ കൊണ്ട് ആ മുഴു പ്രാന്തനെ വിളിപ്പിച്ചിട്ട് അവന്റെ പിറകെ ഇവര് പോയി അവന്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കുമേ ചുമര് മൊത്തം അവളെ ഫോട്ടോ ഇട്ട് വെച്ചേക്കണ ഈ പ്രാന്തൻ. എന്നിട്ട് ഇവരെടുത്തിട്ട് അവനെ അലക്കുമേ. പക്ഷേ എത്ര അടി കൊണ്ടാലും ഇവന്റെ മുഖത്തൊരു ഭാവവും മാറൂല. നീ വേദന വിഴുങ്ങണാടാ. ഓ അഭിനയ സിംഹമേ നോക്ക് മോന്തയിൽ സിറിഞ്ച് കുത്തിയ പോലെ അവൻ അനങ്ങൂല. നെറ്റിൽ എന്താ ചന്ദ്രക്കലി. ഇത്ര ഇടിയെ കൊണ്ട് ശേഷം ഇവനെ പോലീസ് പിടിക്കുമേ. അപ്പൊ ഇവൻ പോലീസുകാർക്ക് പറയും നമ്മൾ തമ്മിൽ പ്രേമമാണ് അവളെ സഹോദരനാണ് വില്ലനെന്ന്. ഒറ്റ നോട്ടം തന്നെ പോലീസുകാർക്ക് മനസ്സിലാവും കാട്ടുവട്ടനാണെന്ന്. അവരിവന് വാണിംഗ് കൊടുത്തങ്ങ് പറഞ്ഞു വിടും. അന്ന് രാത്രി ആരെങ്കിലും എന്നെ ഒന്ന് മദാലസിയെ കിടക്കുന്നത് നോക്കൂന്ന് പറഞ്ഞു കിടക്കുന്ന ആരാധ്യ ദേവിയുടെ വീട്ടിൽ ചാടി യവനായിരുന്നു പേടിപ്പിക്കാനായിട്ട്. യവ അവളെ വീട്ടിലെ പട്ടിക്ക് വിഷം കൊടുത്ത് കൊല്ലും പാവം. എന്നിട്ടൊരു സാരി അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിട്ട് അതെടുത്ത് ദേഹത്തുവച്ച് പട്ടിയെ പോലെ കിതക്കുയിരുന്നു. കണ്ട ഡയറക്ടർ ബ്രില്യൻസ് ആണ്. നെഞ്ചുറക്കുമ്പോ അതിനകത്ത് ആരാധ്യ ദേവി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു മാതക പാട്ട്. ക്യൂട്ട്നെസ് എന്ന് പറഞ്ഞ ഒരു വലിയ സെപ്റ്റിക് ടാങ്കിലാണ് കൊണ്ട് തട്ടിയേക്കണത്. ഒരു 50 സിനിമയ്ക്കുള്ള ക്യൂട്ട്നെസ് എല്ലാം കൂടി ഒറ്റ സിനിമയിലാണ് അവൾ ഇട്ടേക്കണ. ഈ സാരിയെ കൊടുത്തോണ്ട് കല്യാൺ സിൽക്സിൽ ആഡി സിലിന്റെ ബുക്കൂടെ സിനിയാണ് ടെസ്റ്റ്. ഈ സൈക്കോ അല്ലേ സൈക്കോ നമ്മളെ സാരി ചേച്ചി തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവളൊരു കസേരയെ പിടിച്ച് കെട്ടിയിട്ട് അവളുടെ മുമ്പിൽ ഇരുന്ന് ഇതുപോലെ വട്ട് കാണിക്കും. ഈ പടത്തിൽ ഇവന്റെയൊക്കെ അഭിനയം ഉണ്ടല്ല എന്തൊരു ഓവർ ആക്ടിങ് അടേ. ജുറാസിക് പാർക്കിലെ റോബോട്ട് ദിനോസർ വരെ ഇതിനേക്കാൾ നല്ലപോലെ അഭിനയിച്ചു. ഇനി ഇതിലൊരു സീനുണ്ട് അവളെ ദേഷ്യം വന്ന് അവന്റെ മുഖത്ത് കാർക്കി തുപ്പണത്. അവൾ കാണുമ്പോൾ നമുക്ക് അരോചകത്തൊക്കെ തോന്നുമെങ്കിലും ദാറ്റ് വാസ് എ ഫെറ്റിഷ്. ഓക്കെ നല്ല AB നെഗറ്റീവ് കട്ടക്കഭം. അവരവിടെ തുപ്പിക്കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായകന്റെ സൈക്കോത്തരം വെളിപ്പെടുത്താൻ വേണ്ടി ഒരു അസാധു കഥാപാത്രം അതിനകത്ത് വന്ന് കയറും. നായകൻ അവന് തലക്കടിച്ച് കൊല്ലും. പാവപ്പെട്ട മൂത്രമൊഴിക്കാൻ വേണ്ടി അതിനകത്ത് കയറിയതാണ്. അവനെ ഇവ അറിഞ്ഞു കൊല്ലും. ഇത് കണ്ട് സ്തംഭിതയായ നായകൻ ഒരു പുതിയ കോൺസെപ്റ്റ് അങ്ങ് ചെയ്യും. അവന്റെ അടുത്ത് പ്രേമവും അഭിനയിക്കും. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻ കിടാവേ എന്നും പറഞ്ഞ് അവന്റെ അടുത്ത് പ്രേമം അഭിനയിച്ചിട്ട് പറയും നമുക്കിവിടെ നിന്ന് പുറത്ത് കടങ്ങാൻ പാന്നൊക്കെ പറയും. പക്ഷെ ഈ സൈക്കോകൾ ഭയങ്കര ജീനിയസ് ആണല്ലോ. അവനത് കണ്ടെത്തും. എന്നിട്ടൊരു ബർത്ത്ഡേ കേക്ക് വാങ്ങിച്ചോണ്ട് വന്നിട്ട് അത് അവളെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചിട്ട് അവൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കും. അവളെ സഹോദരനെ ഇവ ഇടിച്ചു മടക്കി കെട്ടിയിട്ടേക്കണ്. എന്നിട്ട് പറയും അവന്റെ വിരല് മുറിക്കുക ഇല്ലെങ്കിൽ അവനെ കൊന്നുകളെന്ന് പറയും. അത് അവള് സമ്മതിക്കാതിരിക്കുമ്പോ അവൻ പോയി ഒരു സാരി എടുത്തു വന്നിട്ട് പറയും നീ പോയി ആ സാരി ഉടുത്തിട്ട് വാ. ആ സാരി ഉടുക്കണ ഗ്യാപ്പിൽ നമ്മുടെ അളിയും കയറി പൊട്ടിച്ച് ചാടി യവൻ എടുത്തിട്ട് ഇടിക്കും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി തിരക്കഥയുടെ പ്രതികൂല അവസ്ഥയിൽ കയ്യിൽ കിട്ടിയ ഒരു മാരകായുധം കൊണ്ട് അവൻ കുത്തി കൊല്ലും അവനെ. സുഹൃത്തുക്കളെ നിങ്ങൾ ആ കണ്ടത് നിങ്ങൾ ഈ കാണുന്നതുമൊക്കെ കഥകളിയല്ല, കീച്ചരിവധമല്ല, കോണാത്തിൽ കുന്തമന കയറിയതൊന്നും അല്ല, പ്യുവർ അഭിനയം. ഇതിനേക്കാൾ വലിയ ഓവർ ആക്ടിങ് നിങ്ങൾക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഒരു മാറ ഇറമുറ വന്നേനെ എന്ന സമ്മാനം ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അഭിനയം വൃത്തികേടാവാം, പക്ഷെ അത് പട്ടിക്കാട്ടമായി എങ്ങനെ ഇരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, ആ കൊച്ചിനെ കൊണ്ട് അങ്ങനെ ഇങ്ങനെ അഭിനയിപ്പിച്ച പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. അല്ലേലും RGBക്ക് ഇച്ചിരി എല്ലാം ഓവറായിട്ട് വേണം. ഇപ്പൊ വയസ്സാവും തോറും അങ്ങനെ ഇച്ചിരി. സോ ഗൈസ്, അങ്ങനെയാണ് അവൾ ആ സാരി കത്തിച്ചിട്ട് പിന്നീട് മോഡേൺ ഡ്രസ്സിലോട്ട് മാറുന്നത്. തന്റെ സാരിയോടുള്ള പ്രിയം കാരണമാണല്ലോ തന്റെ സഹോദരൻ മരണപ്പെട്ടത് എന്ന് വിചാരിച്ച് അവൾ സാരി കത്തിക്കുകയാണ് ഗൈസ്. ഇനി മേല അവൾ സാരി കൊടുക്കൂല. ഈ പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോലും സാരി വെറുത്തു പോകും. RGBയുടെ അടുത്ത പടം സാമ്പാർ എന്നാണെന്ന് പറയുന്നത്. അതായത് ആ പടത്തിന്റെ അടിസ്ഥാനം സാമ്പാറാണ്. ഇതിൽ സാരി പോലെ ആ പടത്തിൽ സാമ്പാർ വെച്ചിട്ടാണ് ആ പടം മൊത്തം ചെയ്യണെന്ന്. പൊന്നണ്ണ, നിങ്ങളാണല്ലേ നമുക്ക് കമ്പനിയും സർക്കാർ രംഗയിലേക്ക് പോലത്തെ അടിപൊളി പടങ്ങൾ തന്നത്. അമ്പോ അപാരം തന്നെണ്ണ. എന്തായാലും ശരി ഗൈസ്, ഇന്നത്തേക്ക് ഇത് മതി. എന്റെ അമ്മനെ എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. നമ്മൾ ഇനിയും കാണും. Thanks. Love you.